Sir, start ചെയ്തോട്ടോ. Okay. ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? വോയിസ് ഇങ്ങനെ കട്ടാവണേ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചോളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ. സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെ, ഇൻസ്പെക്ടർ 96/2025 എന്ന് പറയുന്ന എക്സാം ഇന്നിപ്പോൾ കഴിഞ്ഞു. അപ്പോ യൂഷ്വലി ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാംസ് എല്ലാം ഒരു പരിധിവരെ ഡിഫിക്കൽട്ട് ആവാറാണ് പതിവ്. ബട്ട് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ 2022 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് എനിക്ക് ഒരു എക്സാം ഫീൽ ചെയ്തത്. മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ തവണത്തിനേക്കാളും 2014 22 കുറച്ചുകൂടെ ടഫും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷനിൽ. അതിന്റെ സൊല്യൂഷൻ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ട് തരാൻ ചില മൈന്യൂട്ട് കറക്ഷൻസ് മേ ബി കറക്ഷൻസ് ഉണ്ടായേക്കാം. എന്നാലും നമുക്ക് ഉള്ള നമുക്ക് കിട്ടിയ സൊല്യൂഷൻസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, an inductor with resistance of 10 ohm is connected in series with a pure capacitor across an AC source of variable frequency. The Q factor of the coil when the resistance when the circuit is at resonance is 0.5. What is the reactance of the inductor at half of the resonance frequency? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ റെസൊണൻസ് എന്നുള്ള ചോദ്യമാണ്. ഇത്രയും ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2.5 ohm A ആണ് നമുക്ക് കിട്ടിയത്. സോ ആൻസർ ഒന്നിന്റെ ആൻസർ എന്ന് പറയുന്നത് A ആയിരുന്നു ഓപ്ഷൻ വരുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഞാൻ പറയുന്നില്ല, ടൈം ഉണ്ടാവില്ല, ജസ്റ്റ് ആൻസർ കീ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. Next, the line current of a star-connected load connected to a three-phase four-wire balanced system I are equal to 42 plus J.55 amps, IY equal to minus 20.7 J8.8 amps, IB is equal to minus 21.3 plus J9.7 amps. The current flowing through the load neutral to the source neutral is. നെറ്റ്വർക്ക്സ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. സോ അതിന്റെ ഓപ്ഷൻ വരുന്നത് എ ആണ്. ഓപ്ഷൻ വരുന്നത് 1.45 ആംഗിൾ 90 ഡിഗ്രി എന്നാണ് എ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് N and NB in neutral with VP equal to 415 volt. അപ്പോൾ നമ്മൾ ഇമേജ് നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആണ് ലോഡ് വന്നിരിക്കുന്നത്. സോ ന്യൂട്രൽ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓപ്ഷൻ 3യുടെ ഓപ്ഷൻ വരുന്ന സി 0 വോൾട്ട് ആണ്. എന്നിന് അക്രോസ് വരുന്ന എന്നിന് സ്മോൾ എന്നിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. സി ആണ് ഓപ്ഷൻ വരുന്നത്. And question 4 എന്ന് പറയുന്നത്, an electric stove with 4 burners and an oven is used in preparing a meal as follows: burner 1 10 minutes, burner 2 50 minutes, burner 3 25 minutes, burner 4 35 minutes, and oven 30 minutes. If each burner is rated at 1.8 kilowatt and the oven at 1.2 kilowatt and electricity costs 6 rupees per kWh, what is the cost of electric used in preparing the meal? ഇത് നമുക്ക് പറയുന്നത് PVC യൂഷ്വലി ഇതൊക്കെ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് കാണാത്തതാണ്. ബട്ട് നല്ല ടൈം ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം ടൈം വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ഇതിനകത്ത് കോസ്റ്റിംഗ് ഒക്കെ എടുത്ത് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലെ. ഇത് ഇത്രയും തരത്തിൽ ചോദ്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത് നമ്മൾ ചോദ്യം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25.2 A ആണ് ഓപ്ഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ 25.2 A ആണ് ഓപ്ഷൻ. If RAB is given to be 20 ohm, what is the value of R? നമുക്ക് RAB 20 ohm തന്നിട്ടുണ്ട്. അങ്ങനെ R ഈ ഒരു R നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് കണ്ടെത്തണം, അതിന് നമ്മൾ റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്സിന്റെ റിഡക്ഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് D 17 ohm ആണ് ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ഒരു ചോദ്യം. The Thevenin and Norton equivalent of circuit in figure 1 is given to be figure 2 and figure 3 respectively. Which of the statements is correct? നമുക്ക് ഒരു Thevenin equivalent Norton equivalent വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബട്ട് ചോദ്യം വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നമുക്കൊരു സർക്യൂട്ട് അതിന്റെ ഇക്വലൻസ് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ വരുന്നത് 6ന്റെ ഓപ്ഷൻ D ആണ് ഓപ്ഷൻ വരുന്നത്. VTH is strong and ITH is correct. സോ D ആണ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. ഇത് റിഡ്യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉണ്ട്.
Next, the RMS value of the phase to neutral voltage of a 415 volt 3-phase 50 Hz or wire system is RMS value. C option 239 by 239.6 volts option. Assuming ideal element current to the inductor, the steady state condition there. So option 8 in the option B. Yes, B option 3 amps on a steady state like current flow. If the voltage across 2 ohm resistance is 18 volt strong, assuming ideal source, what is the strength of the current source? Current source, the strength of the so again, circuits are option D. None of the bonus will be located something 15 something can get under, but option D answer to it. What is the phase of B of T equal to 8 root of 3 sin omega t plus sin omega t plus 90 with respect to V1 of T equal to 4 sin omega t minus pi by 4. What's the phase? So contribution say that option where another B option 75 option B answer. Okay, a particle of charge Q and mass M moves in a circular orbit of radius r with angle of omega. The ratio of magnitude of its magnetic moment with its angular moment depends on the electrostatics. നല്ല രീതിയിലുള്ള ചോദ്യമാണ് ഇതിന്റെ ഓപ്ഷൻ ആൻസർ വരുന്നത് സി ആണ് വരുന്നത് Q and M ആണ് ആൻസർ വരുന്നത്. സോ 11th ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ. The flat coil carrying current has a magnetic moment Pm is placed in a magnetic field B such that Pm is anti-parallel to B. The coil is 12th in the answer with B. Yeah, answer B ആണ് in unstable equilibrium. B ആണ് option. Consider an iron ring with a small air gap with a coil wound on a portion of it. A portion of the flux in the air gap that diverges outside the main air gap is referred to as B. Fringing flux option D option. When placed in a non-uniform magnetic field, these materials tend to move from higher region to lower field region. The material is option A, B, C. First magnetic, paramagnetic. Option 14 to option A, diamagnetic material. Option A answer. A magnetic needle is kept in a non-uniform magnetic field. It experiences non-uniform magnetic field. Experience another option A, a force and a torque. A another option. A charged particle is released from rest in a region of steady and uniform electric and magnetic field which are parallel to each other. The particle will move in A. Okay, charge particle in the 16th question. Answer with a straight uniform flux and some electromagnetic flux in effect or some water. So usually electromagnetic flux in the choosing usually can't items again. But so option A which among the following material having linear pH characteristics? Linear pH. Air, vacuum, ferromagnetic, ferrimagnetic. 17th answer is A. Air and vacuum. pH curve with the linear pH curve with the air and vacuum. Option A. If magnetic saturation is observed by varying voltage, then current will be directing drastically varying, constantly linearly varying, drastically varying. None of them drastically varying. C option. A reluctance S of a magnetic circuit with flux phi and magnetomotive force F is option 19. Option A and option S is equal to F by phi A and option. The ability of a material to conduct magnetic flux through it is referred to as permeability and magnetic permeability. So our first networks on electromagnetic theory
ഫസ്റ്റ് മോഡുകളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ, അതായത് കുറച്ച് ടഫായിട്ടുള്ള, ഇത്രയും ടഫ് എക്സ്പെക്ട് ചെയ്തില്ല, നല്ല രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് സെക്കൻഡ് മോഡുകളിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് മോർ ദാൻ നമ്മുടെ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരി ഇത്തവണ ചോദിച്ചിരിക്കുന്ന കുറച്ചുകൂടെ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കൺവെൻഷനായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സമയം കോഴ്സിനെ പറ്റിയോ പ്രോബ്സിനെ പറ്റിയോ ബയോസോഴ്സിനെ പറ്റിയോ അങ്ങനെയൊന്നും ചോദിക്കാതെ വളരെ കോൺസെപ്റ്റ് പരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടഫായിരുന്നു. അതുകൊണ്ടൊക്കെ the phase sequence of a three-phase alternator is reversed if 21ന്റെ ഓപ്ഷൻ വരുന്നത് B ആണ്. The field current remains the same, the direction of the rotation is reversed. B ആണ് 21 and 22. The range of slip for operation of an induction machine during plugging is in motor is from 22 option B. 1 to 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. B ആണ് ഓപ്ഷൻ. A three-phase 500 HP 440 volt 50 Hz 6-pole induction motor is running at 950 RPM. The frequency of the rotor EMF is 23 option വരുന്നത് 2.5. C ആണ് ഓപ്ഷൻ 2.5 Hz ആണ് നമുക്ക് ആൻസർ വരിക. A 5 kilo kVA 50 volt 100 volt single phase transformer has a secondary terminal voltage of 95 volt when loaded. The regulation of the transformer is regulation എത്രയാണ്? Regulation A ആണ് 5%. വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണല്ലോ. അപ്പോൾ A ആണ് ഓപ്ഷൻ വരുന്നത് 5% ആണ് നമ്മുടെ ആൻസർ. Scott connection transformer, connected transformer, the voltage rating of primary winding of the transformer is 100 volt. Then the voltage rating of the primary winding of diesel transformer is 25. The answer വരുന്നത് A ആയിരുന്നു. നമുക്ക് 25ന്റെ ആൻസർ വരുന്നത് A ആണ്. സോറി D ആണ് വരുന്നത്. 86.6 വോൾട്ട് ആണ് 25ന്റെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, സോ D ആണ് 25ന്റെ ആൻസർ. യെസ്, അത് സൊല്യൂഷൻസ് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ആൻഡ് ഓവർ എക്സൈറ്റഡ് സിംഗ്രണസ് മോട്ടർ ഇസ് കോൾഡ് എന്താ? സിംഗ്രണസ് കണ്ടൻസർ നിങ്ങൾ അറിയാം. സിംഗ്രണസ് കണ്ടൻസർ. In a salient pole synchronous motor, the developed reluctance torque attains maximum value when the load angle is in electrical degree is load angle electrical degree 27. The answer is another D answer 90 degree. 27 answer. The power delivered to the rotor of a three-phase 400 volt 50 Hz 6-pole squirrel cage induction motor running at 950 RPM is 2500 watt. Then the rotor copper loss. Rotor copper loss. Equations of carrier solve it. 28 as A 125 watt. A and 28 answer. Next 29. The load current corresponding to maximum efficiency of a pole 250 volt 10 kW shunt generator with an armature resistance of 1 ohm and core loss of 900 watt is maximum efficiency. The load current maximum efficiency load current എന്ന് പറയുന്നത് നമുക്ക് കണ്ടീഷൻസ് ഒക്കെ അറിയാവുന്നതാണ്. കണ്ടീഷൻസ് ഒക്കെ അറിയുന്നത് സോൾവ് ചെയ്ത് കിട്ടുന്നത് 30 amps. B ആണ് ഓപ്ഷൻ 30 amps. A 250 volt DC shunt motor has a full load armature current of 50 amps at a speed of 1000 RPM. The resistance of the armature is 0.2 ohm. Assuming constant field effects, the resistance that must be added in series with the armature in order to reduce the speed by 25% for the same load torque is. ഇതിന്റെ ചോദ്യമാണ്, മനസ്സിലാക്കണമെങ്കിൽ രണ്ടോളം വായിക്കണം. ഓപ്ഷൻ വരുന്നത് 1.2 സീരീസ് ആയിട്ട് എത്രത്തോളം റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം 25% ലോ ടോർക്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ്? സി ആണ് വരുന്നത് 1.2 ohm ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ് നമുക്ക് മെഷീൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഉണ്ടായിരുന്നില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങൾ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഒരു ടഫ് ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വളരെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻ കമ്പയറിംഗ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡിൽ മെഷീൻസ് എന്ന് പറയുന്നത് ഒരു ഈസിയേക്കാളും കുറച്ച് ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെഷീൻസ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ ആണ് വളരെ ഒരു സംഭവമായിട്ടുള്ളത്. To build a mode 8 counter, you need to calculate a mode 4 counter with another 31. In the option വരുന്നത് C ആണ് വരുന്നത് mode 2 counter.
An 8-bit DAC has a full-scale voltage range from 0 volt to 16 volt. The digital input is 100000000. The analog voltage output of the DAC counted to 1 decibel is option is 32 into option C 8 volt equal data. A decoder is used for addressing a 1024K into 32 memory. If the decoder is realized using AND gate, then the number of minimum AND gates required to implement the decoder is minimum number of കണ്ടുപിടിക്കണം. അത് 2:20 option is the B option 2:20 എന്നുള്ള option. While executing a nested call instruction, the address of the return instruction is stored in 34C stack option. In 8085 Israel 85 processor, the register counter and then RS flows A equal to 10H, B is equal to 20H, C is equal to 30H, A is equal to 40H, E is equal to 80H, H is equal to 60H, A is equal to 70H, SB is equal to NVH. After execution of the following lines of code, push D, push B, H, the content of the HL pair will be conducted. Normally a code the answer report the address and so HL pair and so option 35 option A option H equal to 20H and L is equal to 30H. A option. ഇതുപോലെ തന്നെ again നമ്മുടെ മൈക്രോപ്രോസസർ ഉണ്ട്, അതിന്റെ രജിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുണ്ട്. എക്സിക്യൂട്ടിംഗ് ദ ഫോളോയിങ് MBIA88H, MBIB 38H and B with result in the following flag sets. A sign auxiliary carry parity, B parity, parity carry, C sign auxiliary carry parity, D sign 0 auxiliary carry parity. Option one will the result in the following flags. Following flags results. Option 36 in the chosen answer വരുന്നത് C ആണ്. Sign auxiliary carry and parity. C ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. The number of these states during the execution of LDA instruction in 8085 is that is under P and 30 states on LDA equation instruction execution. The EC chain is option 38 C ആണ്. DC chaining എന്ന് പറയുന്നത് a chaining technique for interrupt masking. Interrupt masking യൂസ് ചെയ്യുന്ന പരിപാടിയാണ് DC chaining എന്ന് പറയുന്നത്. If 123 into equal to 043y x is equal to 043y, where x and y represents the basis of the corresponding numbers, then it's in by in the value ആണ് ചോദിച്ചിരിക്കുന്നത്. So നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് A ആണ്. 4 and 6 ആണ് നമുക്ക് വരുന്നത്. A ആണ് ഓപ്ഷൻ. For the 4x1 multiplier shown in the figure, if the output is to be the AND of input and S1 and S0, the value of A0, A1, A2 and ASR. Option വരുന്നത് 40 option വരുന്നത് T ആണ്. A0 equal to 0, A equal to 0, A equal to 0, A3 equal to 1. D ആണ്. A 66 kV overhead transmission line having 6 pins in the string of insulators. The voltage ഇപ്പം നമ്മുടെ ഡിജിറ്റൽ usually ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിനേക്കാൾ ഏകദേശം ആ ലെവലൊക്കെ തന്നെയായിരുന്നു ആ കോഡിങ്. ചില 1-2 ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ഒരു ടഫ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മെഷീൻസും ഡിജിറ്റലും ഒക്കെ ഓക്കെ ഒരു സാറ്റിസ്ഫൈബിൾ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്കൊരു ആവറേജ് ആയിട്ട് രണ്ടിലും കൂടെ 20 മാർക്കിൽ നമുക്കൊരു ഒരു 15 മുതൽ 18 മാർക്ക് വരെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു മെഷീൻസും നമ്മുടെ ഡിജിറ്റലും. Okay, power system. A 66 kV overhead transmission line having 6 pins in the string of insulator voltage across the string. Okay, back question 38.1 C option 41. The rate of rise of restriking voltage and dash when the short circuit occurs near the pump station bus bar. Option B option low and B option. The primary and secondary of the current transformer is used to protect delta primary and 1 star secondary transformer S
primary and secondary current transformer 40 degree option വരുന്നത് B ആണ് option delta star ആണ് option വരുന്നത്. A three-phase transmission line operating at 33 kV connected to a 500 kV transformer with 5% reactance with generating station is per 1000 kV with a 10% reactance. What will be the reactance of transformer at 1000 kVA base? Calculation small C 2.5% C option there. In a three-phase four-wire unbalanced system, the magnitude of current in the neutral wire is a dash of the magnitude of the zero sequence current. Quantified answer there 3 times on the D on the box 3 times. The steady state stability of a two-machine system depends on and the C per unit reactance of the system per unit C option. The initial constant H of a machine of 200 MVA is 2 PU. Its value corresponding to 400 MVA is dash P. 47 option C option 1 option C 1. The corona effect is reduced when the spacing between the conductor 48 answer corona increase A option A option. Then 49 for a three-phase transmission line, the capacitance between two conductors is 3 microfarad. The capacitance of each conductor to neutral is B 1.5 microfarad. Answer with B an option. Shakti insulator are used as a strain insulator for voltage. Shakti 50 times D less than 11 kV. Shackle UCRL, insulators UCRL. Option B ആണ് വന്നിരിക്കുന്നത്. So നമ്മുടെ പവർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ സിസ്റ്റം ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 50 ഇപ്പം 50 ക്വസ്റ്റ്യൻസ് നോക്കി ഔട്ട് ഓഫ് 50 ഇതില് ആദ്യത്തെ ആ 2 മോഡുകളാണ് എനിക്ക് പേഴ്സണലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്. ഇതിനകത്തൊരു ആവറേജ് മാർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 to 45 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. മെഷീൻസും പവർ സിസ്റ്റം ഡിജിറ്റൽ കുറച്ചും കൂടെ ടഫ് പോലെ ഉണ്ടായിരുന്നെങ്കിൽ പവർ സിസ്റ്റം മെഷീൻസും അത്യാവശ്യം നല്ല ഈസി ആയിട്ട് ഓക്കെ ഒരു ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ഒരു 90% മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തോന്നുന്നത്. ഡിജിറ്റൽ അതിനേക്കാളും ഒരു പട്ടി മോഡിൽ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യ 2 മോഡുകൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല ചോദിച്ചത്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ 40-45 മാർക്കെങ്കിലും സ്കോർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഈ 50 ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ് സെറ്റിലോട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കൺട്രോൾ സിസ്റ്റം ആണ് കുറച്ചധികം രീതിയിൽ നിന്ന് മെനക്കെടുത്തി കളഞ്ഞെന്നായിട്ട് തോന്നുന്നത്. അത് നോക്കാം. ഐഡന്റിഫൈ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം വിത്ത് ദ ഫോളോയിങ് അസിംപ്റ്റോട്ടിക് ബോർഡ് ഗെയിൻ പ്ലോട്ട്. അപ്പൊ ഒരു ബോർഡ് പ്ലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ സൊല്യൂഷൻ വരുമ്പോൾ 51ന്റെ ആൻസർ ഏതാണ്? സി ആണ് ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ബോർഡ് പ്ലോട്ട് ഒക്കെ നോക്കിയിട്ട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ സിംപ്ലിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സോൾവ് ചെയ്ത് നോക്കാം. സി ആണ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. Cascading the plant in a closed loop system with a controller having a transformation C of S is equal to 1 plus 1 S by S would cause 52 answer in the final D and change all the transient and steady state behavior. Transient and steady state behavior difference on down. So D and the next plot shows below represents a stable system in closed loop. Which other following statement is correct? The other PSC the question answer so 53 answer D option with open loop 53 open loop system has no force to the right of the imaginary axis. D option with that. Cascading the plant at the 52. Okay, sorry. 54. Yeah. Identify the transfer function for the system. ഇതൊക്കെ നമ്മൾ ബിടെക്കിന് പഠിച്ചിട്ടുണ്ട്, ബേസിക് ചോദ്യം
It's very conflicting diagram in the computer system. Okay. So now either transformation of x1 of by x1 of s divided by f of s so 54 നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ബി ആണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. പിന്നെ PSCക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. സോ നമുക്കൊരു മെറ്റർ ഉണ്ടായിരുന്നില്ല. Identify the transfer function C of s by R for the system shown below. നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ആൻസർ പി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് സോൾവ് ചെയ്ത് എത്തും. അത് വലിയൊരു സൊല്യൂഷനാണ്. ഇക്വേഷൻ ഞാൻ വായിക്കുന്നില്ല. സോ ബി ആണ് ഓപ്ഷൻ വരുന്നത്. The closed loop transfer function of a system C of s by R plus is equal to 1 by s square plus 0.8 s plus 1. Identify the correct statement 56. Option B ആണ്. The settling time is 10s for unit step input 10s. Identify the possible open loop transfer function of the system whose characteristics equation have the root locus as a shown below. Root locus the characterization മാത്രം the answer വരുന്നത് ഇത് സോൾവ് ചെയ്തിരുമ്പോൾ B എന്ന ഓപ്ഷനിലെ k into s plus 1 by s plus 1 into s plus 4 by divided by s plus 2 plus s plus 2 into s plus 5 B എന്ന ഓപ്ഷൻ വരുന്നത്. Closed loop transfer function of a unity feedback system is divided by s square plus s plus 4 open loop system is. Closed loop transfer function of the open loop system is 58 വരുന്നത് D type 0 and order 2. Open loop നമുക്ക് അറിയാലോ D ആണ് ഓപ്ഷൻ. For a third order type system, the type 1 system, which of all statement is correct for a third order type 1 system. Option steady state error for the unity ramp is not 0. B option. So identify the number of roots of the equation that are on the imaginary axis. Seventh power of the equation on the s raised to 7 plus 6s raised to 6 plus 11 s raised to 5 plus 6 into s raised to 4 plus s cubed plus 6s square plus 11s plus 6 into 0. നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 0 എന്ന് പറയുന്ന ആൻസർ ആയിട്ട് എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എ ആണ് 0. The forward voltage. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ കൺട്രോൾ കഴിഞ്ഞു. കൺട്രോള് ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ടഫ് ഒരു മോഡറേറ്റ് ടഫ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൺട്രോളിലും ഉണ്ടായിരുന്നത്. അത്യാവശ്യം ലൈക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ളതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒരു ആവറേജ് 5 to 7 മാർക്സ് ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യും ഈ ഇതിനകത്ത് ചോദ്യങ്ങൾ. ഒരിക്കലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരുന്നില്ല. ടൈം കൺസ്യൂം ചെയ്യും ആൻഡ് ഒരു ബേസിക് നോളജ് മതിയെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യുന്ന കണ്ടക്റ്റിലായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ടഫ്നെസ് ഉണ്ടായിരുന്നു കൺട്രോളിലോ. ഇനി പവർ ലോഡൻസ്. ദ ഫോർവേഡ് വോൾട്ടേജ് ഓഫ് ACR ഡ്യൂറിംഗ് ഓൺ സ്റ്റേറ്റ് 61A ആണ് വരുന്നത്. ഇംഗ്ലീഷ് ലൈനിൽ വിത്ത് കറന്റ്. The anode current through a conducting SCR is 10 amps. If its gate current is reduced to half, the anode current will be 10 amps available. For continuous conduction with a firing rate of alpha radian in single phase current for a converter, each pair of diodes conducts for 63 B and 5 amps. B. Forward break power voltage with diodes decreases with the increase in forward break power voltage 64. C എന്നതിലെ gate current. A DC motor with 100 amp rated current is controlled by a 2-quarter chopper fed from a 200 volt DC supply. The motor circuit has a resistance of 0.2 ohm and inductance of 0.2 millihenry. When operating at a particular speed, the motor develops a back EMF of 100 volt. What is the value of duty cycle for rated motor current? It's on solution and the 2 degree of the degree weight vary. So 65 answer with the B and 0.6 and the duty cycle B answer. Of the 4 characteristics given below, which is not discern properly differential ambient: high output impedance, high input impedance, high slew rate, high multiplication ratio. 66 in the option where A and high output impedance A option there. A single phase half bridge
inverter is connected to a 100 volt DC source, which is feeding an RL. Determine the RMS of voltage. RMS of voltage 67 C and 200 C and so on. CMR of this potash should be B as large as possible. And SCR with a latching current of 50 milliamps is used to control an inductive RLO. If the load inductance is increased, the minimum duration of the gate was necessary to ensure turn of the SCR. Option B, increase option. The advantage of half-controlled rectifier of a fully controlled rectifier is advantage more than it's about discontinuous conduction. Discontinuous conduction is the ND option. So power comes 10% under the easier answer. Power out of 10, 9 marks is 4 and power comes questions. So power is okay. Easy level categorize the points. Next is the mission. Permanent magnet moving code type of indicating instruments are always critically a critically damped system directly moves to a steady state without oscillation. Reason assertion another option where D option where A is false but R is D option. A 100 microampere ammeter has an internal resistance of 100 ohm for extending the range of measurement 500 microampere. The shunt resistance support is shunt extension range of 25 ohm as with A option. A water boiler is switched on to the AC supply to 30 volt at 50 Hz. The frequency of instantaneous power consumed by the boiler is frequency in the 73 option. D 100 Hz on the hands with a solid. Identify the correct statement. TOD meter is designed to track the demand time and energy consumption of electricity. TOD meter involves dividing the duty and day into tariff loads. The higher rates at peak load periods and low tariff rates of peak hours. Yes, so 74 in action. Option letter C and both 1 and 2 are correct. C and option letter 74. 75. The power consumed by a balanced three-wire load is measured by 2 wattmeter. Another 1 wattmeter rates twice the order. Then load impedance angle in radians is A option 5/6. An energy meter having meter constant of 1200 revolutions per kWh makes 200 revolutions in 30 seconds for the constant load. Then the load is energy meter solution. C 2000 answer the C option. In a oscilloscope screen, the linear switch is applied and the linear switch applied at the C. For example, as the C option. A CRO screen has 10 divisions on the horizontal axis. If the voltage signal 5 sin 314 t plus 45 degree is measured with the time base setting of 5 milliseconds per division, the number of cycles of the signal displayed on the screen. CRO 78 cycles. C option, sorry, B option is 2.5 cycles. So B option 2.5. Specifications of 3 different ammeters are given in the table below. Which meter has the least error? 79 C ammeter, M3 C option. Torque weight ratio of an instrument indicates torque weight ratio in the sensitivity. D option sensitivity. So measurements. Okay, question on that. 8 mark, 9 mark. Even full mark is scoring measurements. So in a level, difficult okay, score questions okay, next which of the following is a true resistor represented by Y signals and resistor? Yeah. Y of n is equal to F minus N. 81 in the option A and A. Option. A system characterized by the equation Y of t is equal to A x of t plus B S 82 D and non-linear equation. Y of t is x of t plus B is like.
A LTX system has an impulse response e raised to 2t for t greater than 0. If the initial conditions are 0 and input e raised to 3t, the output for t greater than 0 is option B ആണ് വരിക e raised to 3t minus e raised to 2t. B ആണ് നമ്മുടെ 83 ആൻസർ വരിക. And an aliasing effect is caused in a system when it forces its sampling frequency less to the message signal. C ആണ് option വരിക. Which of the following statement is correct for a system with gain margin close to unity or phase margin close to 0? C, a system is highly oscillates. Highly oscillates are actually the C option. How many minimum number of samples are required to exactly describe the signal x of t is equal to 10 cos 6 pi t plus 4 sin 8 pi t? How many minimum number of samples? 86 in option where C ആണ് 6 sample per second. 6 ആണ് C ആണ് option വരിക. The impulse response of the continuous time LTS system is h of t equal to 2 e raised to minus t minus e raised to t minus 100 by 100 u of t. Then the system is in the causal non-causal ആണ് നമ്മൾ ചോദിക്കുന്നത്. So 87 answer A ആണ് causal and stable ആണ് നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. The impulse response of the LTS system is represented as h of n is equal to minus 1 by 4 raised to n u of n. The step response of the system is 88 and d ആണ് വരുന്നത് 1 by 5 4 plus minus 1 by 4 plus to n. D ആണ് option 12. The unit impulse response of a linear and invariant system is a unit step function of the response of the system to an excitation function e raised to 80 u t a greater than 0. For a time t greater than 0, B is managed to 1 a and 1 by alpha into 1 minus e raised to minus a t. So a the condition for the system today, because system for an impulse response system, h of n is equal to alpha raised to here n is P and absolute value of alpha less than 1 ആയിരിക്കണം. So option B ആണ് ആൻസർ. സിസ്റ്റം നോക്കുകയാണെങ്കിൽ പേഴ്സണലി കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു 6 to 7 മാർക്സ് ആണ് എനിക്ക് ഒരു ആവറേജ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് അത്യാവശ്യം സിഗ്നൽസ് അറിയാവുന്നവർക്ക് ഒരു 8-9 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് അബൌട്ട് ഒരു മോഡറേറ്റ് ടഫ്നെസ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ സിഗ്നൽസിന്റെ ക്വസ്റ്റ്യൻസിന് ഒരു മോഡറേറ്റ് ടഫ്നെസ് എന്നൊരു കാറ്റഗറിയിലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് സിഗ്നൽസ്. ബട്ട് അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഒരു ആവറേജ് സ്റ്റുഡന്റിന് 6 to 7 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം അറിയുന്നത് 8 to 9 ക്വസ്റ്റ്യൻസും സ്കോർ ചെയ്യുന്നതിന് നോക്കിയായിരുന്നു. ഈ ലാസ്റ്റ് വരുന്നത് നമ്മുടെ നേരത്തെ ചില ടോപ്പിക്കുള്ള ചോദ്യങ്ങളായിരുന്നു. The instrument which is used to measure the specific gravity of the battery electrolyte ഏതാണ്? ഈ ഹൈഡ്രോമീറ്റർ. B ആണ് സോറി B ആണ് നമുക്ക് വരുന്നത് ഹൈഡ്രോമീറ്റർ. Determine the charging current for a 50Ah battery when charged at a 0.2C rate. 92 option. 10 amps ആണ് വരുന്നത്. 10 amps ആണ് option. A 24-volt 60Ah lead-acid battery is charged at a constant current of 0.1C. If the battery is fully discharged, estimate how long it will take to fully charge it, assuming the charging frequency is 80%. 80% ആണെങ്കിൽ എത്ര hours വേണമെന്ന് ചോദിക്കും. The option നമ്മൾ സോൾവ് ചെയ്തിരിക്കും 12.5 hours ആണ് നമുക്ക് 12.5 hours. The main objective of earthing in electrical installation is to ensure safety against electric shock. What is the minimum required length for the pipe in a pipe electro-earthing system? 95T, 2.5 meter minimum, 2.5 meter. The maximum permissible total connected load for a 15 amps power substitute in a domestic installation as per standard wiring practice is 3,000 watt. Maximum permissible connection 3,000 watt. In a plate earthing, the copper plate used should not be less than 60 by 60 into 3.115. A and 97 amps.
room of dimension 5 meter by 5 meter is illuminated using 400 watt lamps. Each lamp has a luminous efficiency of 8 lumens per watt, and the coefficient of utilization is 0.65. Calculate the average illumination in the room. Average illumination in the calculated 832 lakhs. C the option data. The working principle of LVDT is based on working principle of LVDT എന്ന് പറയുന്നത് 99 P എന്നുള്ള electromagnetic induction ആണ് LVDT linear transformer. And LVDT has a stroke length of ±200 millimeter and provides a sensitivity of 50 milliwatt per millimeter of displacement. If the output voltage of the LVDT is 2 volt, estimate the position of the cord for its central position. So, central position, determine the position of the cord. That position so our 40 millimeter option. So, this is ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വെച്ച് അതും ഒക്കെ ആയിരുന്നു. സോ ഓവറോൾ നമ്മൾ ഈ എക്സാം പാറ്റേൺ നോക്കുകയാണെന്ന് എനിക്കത് കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് ഒരു ക്വസ്റ്റ്യൻ വൈസ് ടഫ് ആയിരുന്നു എങ്കിലും ഒരു മെഷീൻസ്, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കുറച്ചുകൂടി കണ്ടന്റ് വൈസ് ഈസി ആയിരുന്നു ലാസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ. എനിക്ക് ലാസ്റ്റ് ടൈം മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കോഴ്സ് സബ്ജക്റ്റ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ബട്ട് നമ്മൾ ഈസി ആവുന്ന പ്രദേശം ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ കുറച്ച് ടഫിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ടഫ് അല്ലെങ്കിൽ ഒരു ടഫ് ലെവൽ കാറ്റഗറിയിലോട്ട് ഞാൻ പേഴ്സണലി പറയും. ഈ ഒരു എക്സാമിൽ ഒരു മോഡറേറ്റ് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയും. ഹെവി ടഫ് അല്ല, ബട്ട് ഒരു മോഡറേറ്റ് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ടൊരു ജസ്റ്റ് ഒരു കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 60 to 70 ഇടയിൽ. ലാസ്റ്റ് ടൈം 64 സംതിങ് ഒക്കെ ആയിരുന്നു. ഇത്തവണയും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും. ബട്ട് വേക്കൻസി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട്. 72 വരെ സാധ്യതയുണ്ട്. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 64, 65 അതൊക്കെ തന്നെ ആയിരിക്കാം ഇത്തവണത്തെയും ഇത് കട്ട് ഓഫ് എന്നാണ് തോന്നുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവല്, ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇതെല്ലാം പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നമ്മുടെ നോളജ് വെച്ചിട്ട് ഞാൻ സോൾവ് ചെയ്ത് നമ്മളെല്ലാവരും സോൾവ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആണ്. മൈന്യൂട്ട് കറക്ഷൻസ് ഉണ്ടായേക്കാം. നമ്മുടെ ഫൈനൽ ആൻസർ കീ വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് ഓവറോൾ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഇത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം നല്ലൊരു ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. നമുക്ക് അറിയാം അടുത്ത എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് എക്സാംസിന് വേണ്ടി സപ്പോർട്ടായിട്ട് ആയിക്കോട്ടെ എന്തിലായിക്കോട്ടെ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുത്ത എക്സാം സബിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സബിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ബൈ നെക്സ്റ്റ് ഇയർ ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിലേക്ക് ഇനി അടുത്ത വർഷത്തേക്ക് നമ്മുടെ സബിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു എക്സാമിന്റെ ടഫ്നെസ് നിങ്ങളുടെ ഉള്ളിലുണ്ടായി ആ ഒരു ലെവലിൽ തന്നെ സബ് വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ടഫായവർക്ക് റെക്കമെൻഡ് ചെയ്തത് ടഫായവർക്ക് വിഷമിക്കേണ്ട. നെക്സ്റ്റ് നമുക്ക് സബ് വരുന്നുണ്ട്. സബ് ഇതിനേക്കാളും ഈസി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പഠിച്ചു തുടങ്ങും. അപ്പോൾ പോയ എക്സാം എല്ലാം ഫോട്ടോയെന്നേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു എക്സാമിന്റെ ഒരു ഓവറോൾ കീ. ഫൈനൽ കീ വരുമ്പോൾ നിങ്ങൾ കൂടെ കറക്ഷൻസ് ഒക്കെ ഉള്ളത് നിങ്ങൾ കൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തോളൂ. അപ്പൊ ഓക്കെ, കട്ട് ഓഫ് ഒരു കട്ട് ഓഫിനെ പറ്റി പറയുന്നത് 65 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. കട്ട് ഓഫ് വേക്കൻസീസ് മാറും. ബട്ട് ആവറേജ് നോക്കുകയാണെങ്കിൽ 60 70 ഇടയിൽ ഒരു 65, 66 ആ റേഞ്ച് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി അതിനേക്കാളും കുറയില്ല, ഫോർ ഷുവർ അതിനേക്കാളും കുറയില്ല, അതിനേക്കാളും കൂടിയാലേ ഉള്ളൂ. അറൗണ്ട് ഒരു 64 to 67 ഇടയിൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കട്ട് ഓഫ് ഇതില്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, Okay, sir. Thank you. okay, thank you.